ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ചില്ലി ചിക്കൻ എല്ലാവർക്കും പരിചിതമായ ഒരു വിഭവമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഹോട്ടലുകളിലൊക്കെ പോയി സ്ഥിരം കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മൾ സ്വയം ചെയ്തെടുത്ത സോസാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. മറ്റുള്ള സോസിൽ എന്തൊക്കെ ചേർക്കും കടക്കാരെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്ത സോസ് ഉപയോഗിച്ച് ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. ഇനി നമുക്ക് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. എല്ലുള്ള ചിക്കൻ വരരുത്. ഇത് ബോൺലെസ് ചിക്കൻ, ഒരുവിധം കട്ടിയുള്ളത്, എന്നാൽ തീരെ കട്ടി കുറയുകയും ചെയ്യരുത്. ഇതുപോലെ പീസാക്കി എടുക്കണം. അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചിക്കൻ തോരനോ ചിക്കൻ ഫ്രൈയോ എന്ത് വേണേലും ഉണ്ടാക്കാം. ഇതിനെടുക്കുമ്പോൾ ബോൺലെസ് തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1.5 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 6 വെളുത്തുള്ളി അരി അത് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്. ഇത് ചില്ലി സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് നോക്കിയാൽ കിട്ടും. എല്ലാവർക്കും അത് നോക്കിയാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അറിയാൻ പറ്റും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോസാണ്. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ഇതിനായിട്ട് ആദ്യം എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കൂടുതൽ എണ്ണ നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് ഒരുവിധം നന്നായി വറുത്തു എന്ന് തന്നെ പറയാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, കരിവേപ്പില, 6 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇത്രയിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. വഴറ്റി എന്ന് വെച്ചാൽ ഒരുവിധം നന്നായിട്ട് വറക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. കുരുമുളകിൻ്റെയൊക്കെ മണം
പൊടികളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ മാറി അത് നല്ല മൂത്ത് അതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഈ സവാളയും കൂടി നമ്മൾ സവാള കണ്ടമാനം വഴറ്റരുത്, ഒരു പച്ചപ്പ് നിൽക്കുന്നതാണ് ഇതിൻ്റെ സ്വാദ്. ഞാൻ എൻ്റെ പേർക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇടുകയാണ്. കരിവേപ്പില എൻ്റെ വീക്ക്നെസ്സാണെന്ന് വെച്ചോളൂ. സോസിനകത്തൊക്കെ ഉപ്പുമയം ഉള്ളതാണ്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ കുറച്ചേ ഇടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ഓരോരുത്തർ അവരവരുടെ സ്വാദിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. അപ്പം ഞാനിത് 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കുന്ന വിധം ഈ ഇതിന് ലിങ്കിൽ കിടപ്പുണ്ട്, അത് നോക്കണം. അത് നോക്കി സ്വയം ഒന്ന് എല്ലാവരും ചെയ്യണം. നല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുണ്ടാക്കാൻ. നല്ല സ്വാദുള്ള ഒരു സോസ് നമുക്ക് കിട്ടും, വിഷമയമൊന്നും ചേരാത്ത. കടയിൽ നിന്ന് മേടിച്ചാൽ അങ്ങനെയൊക്കെയല്ലേ, മോശമല്ലേ. അപ്പം ഇത് നല്ല സ്വാദുള്ളതും വിഷരഹിതമായിട്ടുള്ളൊരു സോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കി വാങ്ങാം. ഇതുണ്ടാക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഞാനിതിന് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു വിഭവമാണിത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യണം, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും വേറൊരു പുതിയ ഐറ്റവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.